അപ്പോൾ ഒരു ടെക്നിക്കലി സ്കിൽഡ് അല്ലാത്ത ഒരു ഉടമസ്ഥനെ സംബന്ധിച്ച്, വീടിൻ്റെ ഉടമസ്ഥനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ കോൺക്രീറ്റിംഗ് സമയത്ത് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ കുറുക്കഞ്ചേരി നെടുപുഴയിലുള്ള മിസ്റ്റർ ബൈജു ആൻഡ് ഫാമിലിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു 3500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിനകത്താണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണയായി ഒരു കോൺക്രീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല സ്ഥലത്തും നമുക്ക് ഡീഷട്ടറിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കകം തന്നെ കോൺക്രീറ്റിനകത്ത്, സ്ലാബിനകത്ത്, എസ്പെഷ്യലി സ്ലാബിനകത്ത് ക്രാക്കുകൾ വരിക, അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്ലാബിൽ നിന്നും കോൺക്രീറ്റ് അടർന്ന് വരിക, ചോർച്ച ഉണ്ടാവുക, ഇത്തരം ഇഷ്യൂസ് പലപ്പോഴും കാണാറുണ്ട് പല സ്ഥലത്തായിട്ട്. ചെറിയ ചെറിയ അശ്രദ്ധ കൊണ്ടാണ് മെയിൻലി ഞങ്ങളുടെ അനുഭവത്തിൽ ഇത്തരം ഇഷ്യൂസ് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കോൺക്രീറ്റിംഗ് സമയത്ത് തന്നെ ടെക്നിക്കലി സ്കിൽഡ് അല്ലാത്ത വീട് പണിയുന്ന വീടിൻ്റെ ഉടമസ്ഥനടക്കം മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായി എങ്ങനെ മനസ്സിലാക്കാം, അതിനുവേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ സൈറ്റുകളിലും കോൺക്രീറ്റിന് മുൻപായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ചെക്ക് ലിസ്റ്റ് വളരെ സിംപ്ലിഫൈ ചെയ്ത് തയ്യാറാക്കുകയും ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം ക്ലയൻറ്റിനെ അടക്കം വന്ന് നമ്മുടെ എൻജിനീയേഴ്സ് അടക്കം ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തി ഇത്തരം ഇഷ്യൂസ് 100% സൈറ്റിനകത്ത് ഇല്ല എന്ന് നമ്മൾ റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണ് കോൺക്രീറ്റിംഗിലേക്ക് പോവുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ചെക്ക് ലിസ്റ്റ് എല്ലാവരും എല്ലാ സൈറ്റുകളിലും വീട് പണിയുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അവർ വാട്സപ്പ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് നമ്മുടെ കോൺക്രീറ്റിംഗ് വളരെ സ്പെസിഫിക്കായി പരിശോധിക്കുകയും നമ്മുടെ കോൺക്രീറ്റിംഗ് വീടിൻ്റെ സ്ലാബ് കോൺക്രീറ്റിംഗ് ആയാലും അതുപോലെ ബീം കോൺക്രീറ്റിംഗ് ആയാലും പ്ലിന്ത് ബെൽറ്റ് കോൺക്രീറ്റിംഗ് ആയാലും സേഫായി സെക്യൂറായി നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുമല്ലോ. താങ്ക് യു.